ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു ആദ്യം പഠിച്ചത്. അതെ. പിന്നെ മലയാളം മീഡിയത്തിലേക്ക് മാറാൻ കാരണം ശനി ഞായറും കിട്ടാനാ? ശനി ഞായർ അതെന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഷൈൻ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ 7:30 പോകുമ്പോൾ പല്ല് വെച്ചുകൊണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവുള്ളൂ. 10 മണിക്ക് പോയാൽ മതി സ്കൂളിൽ. അപ്പോൾ ഞാൻ യൂണിഫോം ഒക്കെ ഇട്ടേക്കുമ്പോൾ പുള്ളി എവിടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഇവന് എണീറ്റിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര അതിലൊരു അസൂയ. പിന്നെ ശനി ഞായറും അവധി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് മലയാളം മീഡിയത്തിലോട്ട് പോയത്. എല്ലാവരും ശനി ഞായറാണെങ്കിൽ എന്നിട്ട് അങ്ങനെ വിചാരിച്ച അതിലൊരു കാര്യം കൂടെ ഉണ്ട്. അന്ന് ഇംഗ്ലീഷ് മീഡിയത്തിന് ഇതിനേക്കാൾ ഡിമാൻഡുള്ള കാലത്ത് ഞാൻ മലയാളത്തിലോട്ട് മാറാൻ സമ്മതിച്ച അച്ഛനും അമ്മയും സമ്മതിക്കണം. കാരണം എങ്ങനെ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടാന്ന് ഓർക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് മലയാളത്തിലോട്ട് ആക്കിയത്. പക്ഷെ അത് നന്നായല്ലേ? ഭാഷയ്ക്ക് കുറച്ചും കൂടുതൽ ഇത് കിട്ടിയോ? ഭാഷയ്ക്ക് കുറച്ച് കൂടുതൽ കിട്ടി. പിന്നെ ഞാൻ സെൻട്രൽ സ്കൂളിലായിരുന്നു. അവിടെ ഈ അടുത്തെങ്ങാണ്ട് മിമിക്രി കോമ്പറ്റീഷൻ വന്നേന്ന് തോന്നുന്നു. മാറിയില്ലെങ്കിൽ വേറെ ഏതോ ശാസ്ത്രജ്ഞനോ വിദേശത്ത് എന്തോ നല്ല പണിയായിട്ട് ജീവിക്കേണ്ട ആളായി പോയേനെ. അങ്ങനെ ശനി ഞായറും ഇഷ്ടപ്പെടുന്ന ഒരാള് എനിക്ക് ശനി ഞായറും പറ്റൂ, പക്ഷെ രമേശ് ശനി ഞായറുകളില്ല, എല്ലാം ബിസി അല്ലേ? അത് നമ്മൾ പിന്നീട് ഈ പണി വരുമ്പോഴേ ആളുകള് കലണ്ടർ എടുത്ത് വെച്ചിട്ട് അവധി ദിവസമാണല്ലോ പരിപാടി. ഈ ശനി ഞായർ നോക്കിയാണ് എല്ലാരും പരിപാടികൾ വെക്കുള്ളൂ, അവധി ദിവസങ്ങൾ നോക്കിയേ വെക്കുള്ളൂ. അങ്ങനെ കുറെ നാളുകളായിട്ട് ഈ പബ്ലിക് ഹോളിഡേയ്സും ശനി ഞായറും വീട്ടിലുണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും പരിപാടി ആയി പോകും, അങ്ങനെ പോകാറുണ്ട്. ഇപ്പോഴാണ് പിന്നെയും കുറഞ്ഞത്.